السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. സ്വദഖല്ലാഹു മൗലാനൽ അലീം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മദ്യത്തിൻ്റെ ലഹരി ഉപയോഗത്തിൻ്റെ ചരിത്രങ്ങളും ഒരാൾ ലഹരിക്ക് അടിമയായാൽ സംഭവിക്കാവുന്ന നാശങ്ങളിൽ ചിലതും കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒരു സത്യം പ്രഥമവും പ്രധാനവുമായി ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതെന്താണ്? നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വിജയത്തിനും വേണ്ടുന്ന സർവകാര്യങ്ങളും നമ്മുടെ നേതാവായ സയ്യിദുൽ മുർസലീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് അനുവദിച്ചു തന്നു. നമുക്ക് സന്തോഷം പകരുന്ന, നമുക്ക് വിജയം സമ്മാനിക്കുന്ന, നമുക്ക് വേണ്ടതായിട്ട് എന്തൊക്കെയേ ഏതൊക്കെ ഉണ്ട്, അതെല്ലാം അല്ലാഹുവിൻ്റെ ആജ്ഞപ്രകാരം നമ്മുടെ നേതാവ് നമുക്ക് അനുവദിച്ചു തന്നു. നമുക്ക് പ്രയാസം വിതയ്ക്കുന്ന, നമ്മെ ദുഃഖത്തിലാഴ്ത്തുന്ന, ഇഹപര വിജയം തകർത്ത് പരാജയപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ നേതാവ് നമ്മോട് വിലക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ആ പുണ്യപൂമാനെ, ആ മാനവകുലത്തിൻ്റെ നേതാവിനെ അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് രക്ഷപ്പെടുന്നവർ, വിജയിക്കുന്നവർ. ഈ ഒരു പാഠം, ഈ ഒരു സന്ദേശം, ഈ ഒരു മെസ്സേജ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ വിവിധ ഭാഗങ്ങളിൽ പലതവണ, പല രൂപങ്ങളിൽ, പല ശൈലികളിൽ നമ്മെ ഉണർത്തിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വിജയിക്കണോ, ഞാൻ വിട്ട ആളെ പിടിച്ചോ. നിങ്ങൾക്ക് ദുന്യാവിൽ സമാധാനം വേണോ, ആഖിറത്തിൽ അള്ളാന്റെ പൊരുത്തവും സ്വർഗം വേണോ, ഞാൻ ദൂതനായി പറഞ്ഞയച്ച ആളെ കണ്ണടച്ച് വിശ്വസിച്ച് മുറുകെ പിടിച്ചോ. ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണ് സഹോദരന്മാരെ വിജയികളായ മുഅ്മിനീങ്ങള്? ആരാണ് വിജയികളായ മുത്തഖീങ്ങള്? ഇത് നമ്മൾ ചിന്തിക്കണമല്ലോ. വെള്ളിയാഴ്ചയുടെ പ്രമേയം അതാണ്. തഖ്വ കൊണ്ടുള്ള ഉത്ബോധനമാണ്. വെറുതെ മൊയ്ലിയര് മിമ്പറിൽ കയറിയിട്ട് ഊസീക്കും വഇയ്യായ ബിതഖ്വല്ലാഹ് പാതി മയക്കത്തിലും അല്ലാതെയും കേട്ടു പോകാനുള്ളതല്ലത്. ആ പറഞ്ഞ വാക്ക് നമ്മുടെ നെഞ്ചകങ്ങളിൽ തുളഞ്ഞു കയറി പരിവർത്തനം ഉണ്ടാകണം. അതിനാണ് ഈ വെള്ളിയാഴ്ച വിളിച്ചു കൂട്ടിയത് അള്ള പള്ളിയിൽ. ആരാണ് വിജയിയായ മുത്തഖി?
ആരാണ് ഇഹപര വിജയം കരഗതമാക്കുന്ന മുഅ്മിന് സത്യവിശ്വാസി? 5 നേരം നിസ്കരിക്കുന്നതോടൊപ്പം പലിശക്ക് കൊടുക്കുന്നവനാണോ അവൻ? അല്ല. 5 നേരം നിസ്കരിക്കുന്നതോടൊപ്പം ചാൻസ് കിട്ടുമ്പോൾ കള്ളു കുടിക്കുന്നവനാണോ? അല്ലേ അല്ല. 5 നേരം നിസ്കരിക്കുന്നതോടൊപ്പം കച്ചവടത്തിലും ഇടപാടിലും മറ്റുള്ളവരെ ചതിക്കുന്ന വഞ്ചിക്കുന്നവരാണോ? അല്ലേ അല്ല. പല സഹോദരന്മാരും പറയാറുണ്ട്, എന്നോടെന്നെ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഞാൻ ഈ പള്ളിയുടെ ബൗണ്ടറി ഉണ്ടല്ലേ ഈ മതിൽകെട്ട്, ഇതിന്റെ പുറത്ത് ഞാൻ മോശ, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ മാന്യനാ. ഈ ഗേറ്റാണ് കടന്നു പോയാൽ ചിലപ്പോൾ എൻ്റെ നാവിന്ന് ചില ഡയലോഗൊക്കെ വരും, എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നെ മൊത്തത്തിലൊന്ന് മാറും. ഒരു കാര്യമില്ല. ഇതിനകത്തേക്ക് വരുന്ന എന്തിനാണ്? വെളിയിൽ നിങ്ങൾ മനോഹര സ്വഭാവത്തിന്റെ ഉടമകളാകാനാ. കുളിച്ചു തന്നു, മേലെ ആകെ മാലിന്യാണെന്ന് പറഞ്ഞാൽ കുളി വൃത്തിയാകാനല്ലേ? 5 നേരം വന്ന് കുളിക്കുകയാണ് മനസ്സിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഓക്കെയാണ്, പുറത്ത് ഞാൻ മോശാന്ന് പറഞ്ഞാൽ കാര്യമില്ല. അത്തരത്തിലുള്ള ആളുകൾ വിജയികളായ മുഅ്മിനീങ്ങളല്ല, മുത്തഖികൾ അല്ലേ അല്ല. പിന്നെ ആരാണ് വിജയികളായ മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ? അല്ലാഹു ഖുർആനിൽ എമ്പാടും പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിനൊരൊറ്റ ആയത്ത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. സൂറത്ത് അഅറാഫിന്റെ 157 ആയത്ത്. ആരാണ് മുത്തഖി? ആരാണ് മുഅ്മിൻ? ആരാണ് ഇരുലോകത്തും വിജയിച്ചവർ? അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി, നിരക്ഷരരായ നബിയായ ദൈവദൂതനായ ആ നേതാവിനെ ഇത്തിബാഴ് ചെയ്യുന്നവർ, അനുധാവനം ചെയ്യുന്നവർ, ആ നബി നടന്ന വഴിക്ക് നടക്കുന്നവർ, ആ നബി പഠിപ്പിച്ചു തന്നതുപോലെ ജീവിക്കുന്നവർ. ഇത്തിബാഴ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ നമ്മുടെ മുന്നിൽ നടക്കുന്നു, നമ്മൾ പിറകെ നടക്കുന്നു എങ്കിൽ ആ ആൾ എവിടെയാണോ കാല് വെച്ചത് അവിടെ കാല് വെച്ച്, ആ ആൾ ഏത് റൂട്ടിനാണോ പോകുന്നത് ആ റൂട്ടിന് പോകുന്നതിന്റെ പേരാണ് എന്ത്? ഇത്തിബാഴ്. ഒരാൾ നമ്മുടെ മുന്നിൽ നടന്നു, നമ്മൾ ശ്രദ്ധിക്കാതെ നടന്നപ്പോ യാദൃശ്ചികമായി അങ്ങേരെ വഴി ഒത്തു, സ്റ്റെപ്പ് ഒത്തു, അതിന് ഇത്തിബാഴ് എന്ന് പറയില്ല, ഇത്തിഫാഖ് എന്നാ പറയാ, യാദൃശ്ചികമായ ഒക്കല്. അതല്ല ഇവിടെ വേണ്ടത്. യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയ, ആ നബി സഞ്ചരിച്ച റൂട്ടിന് തന്നെ സഞ്ചരിക്കുന്ന ആളുകളാണ് അവർ. ആരെ? വിജയിച്ച മുഅ്മിനീങ്ങൾ, വിജയിച്ച മുത്തഖീങ്ങൾ, വെള്ളിയാഴ്ചയിലെ ഉത്ബോധനം ഉൾക്കൊണ്ടവർ അവരാണ്. നബി നടന്ന വഴിക്ക് നടക്കുന്നവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അവിടുന്ന്? ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞ് നബിയാണെന്ന് അവകാശപ്പെട്ട് കുപ്പായമിട്ട് വന്നവരല്ല. അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വല്ലിൻജീൽ, പൂർവീക വേദങ്ങളിലൊക്കെ ആ നബിയുടെ ആഗമനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളുണ്ട്, പ്രവചനങ്ങളുണ്ട്. മുഹമ്മദ് എന്ന പ്രവാചകൻ, അഹ്മദ് എന്ന നബി അന്ത്യപ്രവാചകരായി വരാനിരിക്കുന്നു എന്ന് തോറയിലും ബൈബിൾ പുതിയ നിയമത്തിലും രേഖയുണ്ട്, പരാമർശമുണ്ട്. ഗതകാല സമൂഹങ്ങളോടൊക്കെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്ന്. ഇതൊരു പുതിയ വാർത്തയോ പുതിയ സംഭവമോ അല്ല. എന്താണ് ആ നബി സമൂഹത്തിൽ കാഴ്ചവെക്കുന്നത്? എന്താണ് ആ നബി ഉമ്മത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്? യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. ശ്രദ്ധിക്കണം ട്ടോ, ആ നബി നല്ലതൊക്കെ കൽപ്പിക്കും. വയൻഹാഹും അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങളൊക്കെ വിലക്കും. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, ശരീരത്തിനും മനസ്സിനും നല്ലതായ എല്ലാ കാര്യങ്ങളും ആ നബി അനുവദിച്ചു തരും, ഹലാലാക്കി തരും.
വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, അശുദ്ധമായത്, ബുദ്ധിയെ തകർക്കുന്നത്, ശരീരത്തിന് ഹാനികരമായതൊക്കെ ആ നബി നിഷിദ്ധമാക്കുകയും ചെയ്യും. തീർന്നില്ല. വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലതീ കാനത് അലൈഹിം, ഉമ്മത്തീങ്ങളുടെ ഭാരം ആ നേതാവ് ഇറക്കി വെച്ചു കൊടുക്കും. എനിക്കും നിങ്ങൾക്കും ഭാരമുണ്ടോ? ജീവിതം ഭാരമാണോ? എങ്കിൽ ആ ഭാരം അർത്ഥത്തിലുള്ള ഭാരമാണെങ്കിലും കാഴ്ചയിലുള്ള ഭാരമാണെങ്കിലും അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുല്ലിൽ ആലമീൻ ഇറക്കി വെക്കും, ഉമ്മത്തികളെ ഭാരത്തിലാക്കൂല. വൽ അഗ്ലാലല്ലതീ കാനത് അലൈഹിം, ആ ഉമ്മത്തിനെ വരിഞ്ഞു മുറുക്കുന്ന ചങ്ങലക്കെട്ടുകൾ, ആ ഉമ്മത്തിനെ ഞെരിച്ചു കളയുന്ന പ്രയാസങ്ങളൊക്കെ അഴിച്ച് ആ കെട്ടുകളെല്ലാം പൊട്ടിച്ച് ദൂരേക്ക് വലിച്ചെറിയും ആ നബി. അള്ളാന്റെ റസൂൽ ആരാന്നപ്പ ഇവിടെ ഈ ഖുർആനായത്തിൽ പറഞ്ഞത്? ഇതാണ് നമ്മുടെ നാരിയത്ത് സ്വലാത്തിൽ പറയുന്നത്. സ്വലാത്തു നാരിയ കേട്ടിട്ടില്ലേ? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദനാ മുഹമ്മദിൻ ഇല്ലദി തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ്. സ്വലാത്തിൽ പറയുന്ന ആ നബിയെ കൊണ്ട് കെട്ടുകൾ അഴിഞ്ഞു പോകും. നബി മുഖേന കെട്ടുകൾ അഴിഞ്ഞു പോകും, പ്രയാസങ്ങൾ ഒഴിഞ്ഞു പോകുന്ന സ്വലാത്തിൽ പറയുന്നത്. അള്ളാഹ് എന്താ പറഞ്ഞത്? നബിയുടെ ഡ്യൂട്ടിയാണ് ഭാരം ഇറക്കി വെച്ചു കൊടുക്കല്, കെട്ടുകൾ പൊട്ടിച്ചെറിയല്. ഈ ആയത്തിന്റെ അത്ര ഡോസ് സ്വലാത്തുന്നാരിയയിലില്ല. എന്നിട്ട് ചിലർ ഇവിടെ പറഞ്ഞിടക്ക സ്വലാത്തുന്നാരിയ നരകത്തിലേക്കുള്ള സ്വലാത്ത്. വിഡ്ഢിത്തത്തിന് കൈക്കാൽ വെച്ചാൽ, കയ്യും കാലും വെച്ചാൽ അതിന്റെ പേരാണ് അത്. ഞാൻ പേരൊന്നും ഇവിടെ പറയണില്ല. ഇതൊക്കെ ഖുർആന്റെ ആശയാണ് മുഅ്മിനീങ്ങളെ. നമ്മുടെ സബ്ജക്റ്റ് അതല്ല, ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. അള്ളാഹ് പറയാണ്, ഉമ്മത്തികളുടെ ഭാരം നബി തങ്ങൾ ഇറക്കി വെക്കും. അവരെ ഞെരിക്കുന്ന കെട്ടുകൾ പൊട്ടിച്ചെറിയും നേതാവ്. ഇങ്ങനെയുള്ള ഗുണഗണങ്ങളുള്ള നേതാവ്. ഇനി ശ്രദ്ധിക്കണേ. നബിയുടെ പ്രവർത്തനങ്ങള്, നബിയുടെ ഗുണഗണങ്ങള്, നബിയുടെ മഹത്വങ്ങള് എല്ലാം അല്ലാഹു എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹ് തുടർന്ന് അവസാനിപ്പിക്കുന്നു. ഫല്ലദീന ആമനൂ ബിഹി, ഇങ്ങനെയുള്ള നബിയിൽ വിശ്വസിച്ചവർ. എങ്ങനെയുള്ള നബി? നമുക്ക് പ്രയാസമുള്ളത് വേണ്ട എന്ന് പറഞ്ഞ് വിലക്കിയ നബി, നമുക്ക് വേണ്ടതൊക്കെയും അനുവദിച്ചു തന്ന നബി, നമ്മുടെ കെട്ടുകൾ അഴിച്ചു തന്ന നബി, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് തന്ന നബി. ഈ നബിയിൽ ആ പറയപ്പെട്ട ക്വാളിറ്റികളോടുകൂടെ സത്യസന്ധമായി വിശ്വസിച്ചവരാരോ? ഫല്ലദീന ആമനൂ ബിഹി, വിശ്വാസം പോരാ, വഅസ്സറൂഹു, ആ നബിക്ക് കരുത്ത് പകർന്നവരാര്, ശക്തി പകർന്നു കൊടുത്തവരാര്, വനസറൂഹു, ആ നബിയെ സഹായിച്ചവരാര്, ആ നബിയുടെ ദീനിനെ സഹായിച്ചവരാര്, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅ, ആ നബിയോടുകൂടെ ഇറക്കിക്കൊടുത്ത, ആ നബിയോടുകൂടെ അവതരിക്കപ്പെട്ട വെളിച്ചമായ ഖുർആൻ പിന്തുടരുന്നവരാരോ? ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇവർ മാത്രമാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവർ. എന്താണ് പാകത്തുക പറഞ്ഞത്? നമ്മുടെ ഭാരം ഇറക്കി തരുന്ന, നമ്മുടെ കെട്ടുകളൊക്കെ പൊട്ടിച്ച് വലിച്ചെറിയുന്ന, നമുക്ക് വേണ്ടതൊക്കെ അനുവദിച്ചു തരുന്ന, നമുക്ക് വേണ്ടാത്തതൊക്കെ വിലക്കി തന്ന നബിയെ അങ്ങനെ വിശ്വസിച്ച് അനുസരിച്ച് ശക്തി പകർന്ന് അവിടുത്തെ ദീനിനെ സഹായിച്ച് അതോടൊപ്പം ആ നബിയുടെ കൂടെ ഇറക്കപ്പെട്ട ഖുർആൻ പിന്തുടരുന്നവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇവർ മാത്ര വിജയികൾ. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മോട് കൃപയുള്ള, നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മോട് കാരുണ്യമുള്ള, ദയയുള്ള, നമ്മുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും സഹിക്കാനാകാത്ത റഹ്മത്തുല്ലിൽ ആലമീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുക്കുകയും അരുതെന്ന് പറയുകയും വിലക്കുകയും ചെയ്ത മദ്യവും മയക്കുമരുന്നുകളും രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ
സേവിക്കുന്നവരാണ് നമ്മളെങ്കിൽ ആ നേതാവിൽ സത്യസന്ധമായി വിശ്വസിച്ചവരാണോ നമ്മൾ? ആണോ? അല്ല. ആ നേതാവിനെ സത്യസന്ധമായി യഥാർത്ഥത്തിൽ നേതാവായി അംഗീകരിച്ചവരാകുമോ നമ്മൾ? ഇല്ല. ആ നേതാവ് കത്തിച്ചു വെച്ച ഖുർആൻ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണോ നമ്മൾ? ഒരിക്കലും ആവുകയില്ല മുഅ്മിനീങ്ങളെ. അങ്ങനെ നമ്മൾ ഈ റൂട്ടിലില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയം തന്നെ. മുഅ്മിനീങ്ങളെ, ഇവിടെ ശ്രദ്ധിക്കണം. കള്ളിനെതിരെ, മയക്കുമരുന്നിനെതിരെ ഇതുപോലത്തെ വഴലുകൾ കൊണ്ട്, കേവല പ്രഭാഷണങ്ങൾ കൊണ്ട്, ലഘുലേഖ വിതരണമടക്കമുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൊണ്ട് കാര്യമായ മാറ്റമോ സ്വാധീനമോ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റൂല. എന്താ ഞാൻ പറഞ്ഞത്? ഇങ്ങനെയുള്ള വഴലുകൊണ്ട് കള്ളുടി നിർത്താൻ പറ്റൂല. ഇങ്ങനെയുള്ള വഴലുകൊണ്ട് മാത്രം കാര്യമായ മാറ്റം ഉണ്ടാക്കാൻ പറ്റൂല. പറ്റൂ? പൂർവീകരായ സെൻട്രൽ ജുമാ മസ്ജിദിൽ മഹാന്മാരായ ഇമാമുമാര് ഈ വിഷയത്തിൽ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് ജമാഅത്ത് കമ്മിറ്റിയോട് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഉസ്താദുമാർ പ്രസംഗിക്കുക മാത്രമല്ല, നൗഫൽ കൗസരി ഉസ്താദൊക്കെ ഉള്ള സമയത്ത് വീടുകൾ കയറിയിട്ട് ബോധവൽക്കരണം നടത്തുക കൂടി ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ നല്ല കാര്യമാണ്. ഒരു പരിധിവരെയൊക്കെ ബോധവൽക്കരിക്കാൻ പറ്റും. അടിസ്ഥാനപരമായി സമൂഹത്തെ സ്വാധീനിക്കാനോ കാര്യമായ പരിവർത്തനം ഉണ്ടാക്കാനോ വീടുകൾ കയറിയിട്ടോ വഴലു പറഞ്ഞിട്ടോ ലഘുലേഖ വിതരണം ചെയ്തിട്ടോ നടക്കൂല. നമ്മളെ ബോധ്യമല്ലത് ആ പ്രവർത്തനമൊക്കെ ചെയ്തിട്ട് നിന്നിട്ടുണ്ടോ? നമ്മുടെ സെൻട്രൽ മസ്ജിദിന്റെ കീഴിലുള്ള ജമാഅത്തിൽ മദ്യവും മയക്കുമരുന്നും ഉന്മൂലനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഉസ്താദ് ഇപ്പം അതന്നെയല്ലേ 2 ആഴ്ചയായിട്ട് വഴലറിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ അത് പറയണേ? വേറെ വിഷയം പറഞ്ഞൂടെ? ഞാൻ അതിൻ്റെ മർമ്മത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മദ്യത്തിൽ നിന്നൊരു മനുഷ്യനെ അടിമുടി മാറ്റാനാകണമെങ്കിൽ, മയക്കുമരുന്നിൽ അഡിക്ഷനായ ഒരു മനുഷ്യനെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ പ്രഭാഷണം കൊണ്ടോ ലഘുലേഖ കൊണ്ടോ കുറെ ബോധവൽക്കരണം കൊണ്ടോ മാത്രം കാര്യമായ, അതുകൊണ്ട് കാര്യമില്ല എന്നല്ല പറഞ്ഞത്, കാര്യമായ മാറ്റം ഉണ്ടാക്കി തീർക്കാൻ സാധിക്കൂല. പിന്നെന്താ അതിനുള്ള വഴി? അതിന്റെ മർമ്മം ആദ്യമായി ചെയ്യേണ്ടത് അല്ലാഹുവിനെയും റസൂലിനെയും പരിചയപ്പെടലാണ്. അള്ളാഹുവിനെയും റസൂലിനെയും പരിചയപ്പെടുക മാത്രമല്ല, അതൊരു അനുഭവ ബോധ്യമായി മാറണം. എന്ന് വെച്ചാൽ ഷഹാദത്ത് കലിമ സത്യസന്ധമായി പ്രഖ്യാപിക്കാനാകണം. റുബൂബിയത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള റുബൂബിയത്ത്, അള്ളാഹുവിന്റെ റസൂലിലുള്ള റിസാലത്ത്, അത് ബോധ്യപ്പെട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച മനുഷ്യന് വലിയിൽ നിന്നും കുടിയിൽ നിന്നും മാറാനൊരു പ്രയാസം ഉണ്ടാവില്ല. ഞാൻ എന്താ പറഞ്ഞത്? അല്ലാഹുവാണ് എൻ്റെ റബ്ബ്. എന്റെ റബ്ബ് എന്നെ പോറ്റുന്നവൻ, എന്നെ പടച്ചവൻ, എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ ജീവിപ്പിക്കുന്നവൻ, എനിക്ക് വേണ്ടുന്നത് വേണ്ടുന്ന അളവിൽ ഓരോ നിമിഷവും തന്നുകൊണ്ടിരിക്കുന്നവൻ അല്ലാഹു മാത്രമാണെന്ന ബോധ്യം, അതാണ് റുബൂബിയത്തിലുള്ള ഷഹാദ. അതുപോലെ എനിക്ക് വേണ്ടതെല്ലാം പഠിപ്പിച്ചു തരുന്ന, അരുതാത്തതെന്നോട് വിലക്കുന്ന, എന്റെ ഭാരം കുറക്കുന്ന എന്റെ നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണെന്ന അനുഭവ ബോധ്യം, അതാണ് മുത്തുനബിയുടെ റിസാലത്തിലുള്ള ഷഹാദ. ഇതൊരാൾക്ക് ക്ലിയർ ആയാല് സത്യസന്ധമായി ഷഹാദത്ത് കലിമ മൊഴിഞ്ഞൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയുണ്ടാവില്ല, കുടിയുണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് 40 വയസ്സ് പൂർത്തിയായപ്പോ നബിയായി ഇല്ലേ? ഹിറാ ഗുഹയിൽ നിന്ന് നബുവത്തുമായി, റിസാലത്തുമായി, ഖുർആനുമായി ജബലുന്നൂറിന്റെ ഉച്ചിയിലുള്ള മുകളിലുള്ള ഹിറാ ഗുഹയിൽ നിന്ന് പുണ്യ റസൂലായി താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ടോ അല്ലാഹ് പറഞ്ഞു, മുത്തുനബിയെ മാലോകരെ വിളിച്ച് മുഴുവൻ ഉത്ബോധനം നടത്തണ്ട, വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, അടുത്ത കുടുംബത്തെ വിളിച്ചിട്ട് ബോധവൽക്കരിച്ചോളൂ. അള്ളാന്റെ റസൂൽ ഇവരെ വിളിച്ചിട്ട് മക്കളെ കള്ളുകൂടി ഹറാമാണ്, മയക്കുമരുന്ന് ഹറാമാണ് പറഞ്ഞില്ല. നാട്ടുകാരോട് ബോധവൽക്കരണം നടത്തി,
മക്കക്കാരെ വിളിച്ചവരെ ബോധവൽക്കരിച്ചു. അതിലെവിടെയും മദ്യം നിഷിദ്ധമാണ് എന്ന് ആദ്യകാലത്ത് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല. നബിയായിട്ട് മക്കയിൽ എത്ര കാലം ഉണ്ടായി? എത്ര കാലം നബിയായിട്ട് ഹിജ്റക്ക് മുമ്പ് മക്കയിലുണ്ടായി? 13 കൊല്ലം. 40 വയസ്സിൽ നബിയായില്ലേ? എന്നാ ഹിജ്റ പോയത്? അവിടത്തെ 53-ാമത്തെ വയസ്സിലാണ് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. എത്ര കൊല്ലം മക്കയിൽ തങ്ങി? 13 കൊല്ലം തങ്ങി. ഈ 13 കൊല്ലത്തിൽ ഒരിക്കൽ പോലും മക്കക്കാരെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് കള്ളു കുടിയരുത്, അത് പാപമാണ്, കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞില്ല. എന്നാണ് മദ്യം ഹറാമാക്കിയത്? എന്നാണ് നിങ്ങൾക്ക് മദ്യം തെറ്റാണ്, വിജയിക്കണമെങ്കിൽ അത് വർജിക്കണമെന്ന് പറഞ്ഞത്? എന്നാണ്? ഹിജ്റ 3-ാം വർഷം, ബദ്ർ യുദ്ധത്തിന്റെ ശേഷം, ഉഹദ് യുദ്ധത്തിന്റെ ശേഷം. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാ, ശ്രദ്ധിക്കണേ, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാ, ബദ്ർ യുദ്ധം കഴിഞ്ഞിട്ട് സയ്യിദു ശുഹദാ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു കള്ളു കുടിച്ചത്. ബദ്ർ യുദ്ധം കഴിഞ്ഞിട്ടേ ഹംസ റളിയല്ലാഹു അൻഹു ആരാ? ശുഹദാക്കളിലെ അധ്യക്ഷനാ, ഷഹീദന്മാരുടെ നേതാവാണ്. ബദ്ർ യുദ്ധം കഴിഞ്ഞിട്ട് ഹംസ റളിയല്ലാഹു അൻഹു കള്ളു കുടിച്ചത് ബുഖാരിയിൽ കാണാം. ശുഹദാക്കളിലെ വലിയ ആളൊക്കെ കള്ളുടിച്ച് മരിച്ചു എന്നാ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലേ? കേട്ടോ, ഇത് മുഴുവൻ കേൾക്കണം. ഈ വയല് മാത്രം കേട്ടിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞപ്പോ കുറച്ചൊക്കെ സ്വകാര്യമായിട്ട് മിനുങ്ങ, സ്വകാര്യമായിട്ട് 2 അടിക്ക എന്നൊക്കെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ പ്രസംഗം മനസ്സിരുത്തി കേട്ട അങ്ങനെ മനസ്സിലാവില്ല, വേറെ വിഷയം. അപ്പോ റസൂല് വിലക്കിയില്ല. ഹിജ്റ 3-ാം കൊല്ലം എന്ന് വെച്ചാല് നബിയായിട്ട് 15 കൊല്ലം കഴിഞ്ഞിട്ട്. പിന്നെ റസൂൽ എത്ര കൊല്ല ജീവിച്ചത്? എത്രല്ല? പിന്നെ ഇത് മദ്യം ഹറാമാക്കിയിട്ട് അള്ളാന്റെ റസൂല് പിന്നെ ജീവിച്ചത് എത്ര കൊല്ല? 8 കൊല്ലം. 23 കൊല്ലത്തിലെ 15 കൊല്ലക്കാലം അള്ളാന്റെ റസൂല് കള്ളുടിക്കല്ലേ, അത് ഹറാമാണ്, അത് വിലക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. ഹിജ്റ 3-ാം വർഷം, അത് ബദ്ർ ഉഹദൊക്കെ കഴിഞ്ഞിട്ട് ആണ് മദ്യം ഹറാമാക്കിയത്. എന്തതിന് കാരണം? ആദ്യം തന്നെ മുത്ത് റസൂല് ഈ മദ്യത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ സമൂഹത്തോട് കൊള്ളുകുടി ഹറോബോൺ എന്ന് പറഞ്ഞാൽ അത് കേൾക്കൂല. അത് അവരിൽ സ്വാധീനിക്കാൻ പറ്റൂല, അവരിൽ മാറ്റിമറിക്കാൻ പറ്റൂല, അവരതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റൂല. ഈ 15 കൊല്ലക്കാലം അള്ളാഹുവിന്റെ റസൂല സമൂഹത്തിന്റെ നെഞ്ചകത്താണ് പണിയെടുത്തത്, മനസ്സിലാണ് പരിവർത്തനമുണ്ടാക്കിയത്. എന്നിട്ട് അവരുടെ മനസ്സുകളെ ഏക ഇലാഹായ റബ്ബുമായിട്ട് ബന്ധിപ്പിച്ചു, കണക്ഷൻ കൊടുത്തു, റസൂലുമായി ബന്ധിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു 15 കൊല്ലം തേനു പണി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന പണിയായിരുന്നു. അതവരെ ബോധ്യപ്പെടുത്തിയതിന്റെ പിറകെ പറഞ്ഞു അള്ളാന്റെ റസൂല്, ഇനി മദ്യം വേണ്ട. കേൾക്കേണ്ട താമസം മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബത്ത് അവരുടെ ചുണ്ടുകളിലുള്ള മദ്യ ചഷകങ്ങൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവരുടെ വീട്ടിലെ സ്റ്റോർ റൂമുകളിൽ ഉണ്ടായിരുന്ന മദ്യയുടെ വീപ്പകൾ അവർ ഒഴുക്കിക്കളഞ്ഞു. മദ്യത്തിന്റെ അരുവി ചാലിട്ടൊഴുകി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. മദീനയില് ഒറ്റ പ്രഖ്യാപനം, എല്ലാവരും വലിച്ചെറിഞ്ഞു, എല്ലാവരും ഒഴിവാക്കി. എന്തുകൊണ്ട്? ആദ്യം ഈമാൻ ക്ലിയർ ആകുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞെന്താ അറിയോ? നമ്മളും നമ്മുടെ മക്കളും ആദ്യമായിട്ട് അള്ളാഹുവിന്റെ റസൂലിനും പരിചയപ്പെടുക. അതിനുള്ള മാർഗം. ഇല്ലാതെ കള്ളുടിയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും എന്റെ മക്കളും നിങ്ങളും നിങ്ങളുടെ മക്കളും ഈ സമൂഹവും മുസ്ലിം ഉമ്മത്തും അള്ളാഹുവിനെയും റസൂലിനെയും പരിചയപ്പെടേണ്ടുന്ന വിധത്തിൽ പരിചയപ്പെടുക. കള്ളുടി മാറിക്കിട്ടും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ വളരെ ഈ കരുത്തുറ്റ ഈമാൻ കൊണ്ടല്ലാതെ പ്രലോഭനങ്ങൾ കൊണ്ടോ പ്രകോപനങ്ങൾ കൊണ്ടോ മദ്യത്തെ തുടച്ചു നീക്കാൻ സാധ്യമേ അല്ല. ഭരണകൂടങ്ങൾ ഒരുപാടുണ്ട് വന്നല്ലോ ലോകത്ത്. ആ ഭരണകൂടങ്ങൾ അവരുടെ അധികാരത്തിന്റെ വടിയെടുത്ത് മദ്യം വിലക്കാനും നിരോധിക്കാനും എത്ര ശ്രമങ്ങൾ നടത്തി. തോറ്റങ്ങോട്ട് തൊപ്പിട്ടു. നമ്മുടെ കൊച്ചു കൈരളിയുടെ കേരളത്തിന്റെ ചരിത്രം നോക്ക്. ഇവിടെ മാറി മാറി വന്ന LDF UDF സർക്കാരുകൾ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയിട്ടില്ല.
എന്നിരുന്നാലും ചില കാൽവെപ്പുകൾ ചില ഭരണാധികാരികൾ ചില ഗവൺമെന്റുകൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം 1996 ശ്രീമാൻ AK ആന്റണി ചാരായം നിരോധിച്ചു കേരളത്തിൽ. എന്നിട്ട് പറഞ്ഞു ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ പോവാണ്, ഇപ്പൊ ചാരായം നിരോധിച്ചിട്ടുണ്ട് എന്ന് ആന്റണി പറഞ്ഞു. പിറ്റത്തെ ഇലക്ഷൻ വന്നു, ആന്റണിയുടെ കയ്യ് പൊള്ളി. കുറച്ച് സ്ത്രീജനങ്ങളൊക്കെ അതിനെ പ്രശംസിച്ച് സപ്പോർട്ട് ചെയ്തു. വോട്ടർമാർ വോട്ട് ചെയ്തില്ല, കള്ളുടിയന്മാര് തോൽപ്പിച്ചു പച്ചക്ക് പറഞ്ഞാൽ. പിന്നെ ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹം ബാറുകൾ പൂട്ടി. കുറെ ബാറുകൾ 5 സ്റ്റാർ സൗകര്യമുള്ള അതിൽ മാത്രമേ പറ്റുള്ളൂ, ഇനി അതും പൂട്ടും, ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. പിറ്റേ ഇലക്ഷൻ വന്നപ്പോ ഉമ്മൻചാണ്ടിയും കാലി ഇടറി വീണില്ലേ, തോറ്റില്ലേ, പിന്തുണ കിട്ടിയില്ല. ഇപ്പോൾ ഭരിക്കുന്ന LDF സർക്കാർ ആണെങ്കിലും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്താ LDFന്റെ മദ്യനയം എന്താണ്? മദ്യനിരോധനം വേണ്ട, മദ്യനിരോധനം പ്രായോഗികമല്ല, മദ്യവർജനമാണ് വേണ്ടത്. ഞാൻ ഇതുവരെ ആലോചിച്ചിട്ട് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ അത് പാർട്ടിയുടെ താത്വിക അവലോകനം തിരിയാൻ മാത്രം ബുദ്ധി എനിക്കില്ലാത്തതുകൊണ്ടായിരിക്കും. വലിയ ബുദ്ധിയുള്ള ആളല്ലല്ലോ ഞാൻ. പാർട്ടിയുടെ താത്വിക അവലോകനമൊക്കെ മനസ്സിലാണെങ്കിൽ നല്ല തുളഞ്ഞ ബുദ്ധി വേണം. എന്താ LDF മദ്യനയം എന്താണ്? മദ്യനിരോധനം അത് പറ്റൂല, മദ്യവർജനമാണ് വേണ്ടത്. ഇഷ്ടംപോലെ വളബി കൊടുക്കുക, എല്ലാ ബാറും തുറക്കുക, എന്നിട്ട് വർജനം പറയാ. അതിന്റെ മയന അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിരിക്കട്ടെ, ഏത് ഗവൺമെന്റ് വന്നാലും UDF ആയാലും LDF ആയാലും ഇതൊന്നും നിരോധിക്കാൻ പറ്റൂല. അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ചും പറ്റൂല, ഒരു നിലക്കും പറ്റൂല. ഒന്നാമത് പ്രധാന പൊതുഖജനാവിന്റെ വരുമാന മാർഗം ഈ കള്ളുകുടിയാണ്. പ്രതിദിനം 50 കോടി രൂപയാണ് ഖജനാവിലെത്തുന്നത് കള്ളുകൊണ്ട്. ഒരു ദിവസേ സീസൺ ടൈമാണെങ്കിലോ കൊയ്ത്ത് കാലാണ്. കഴിഞ്ഞ ഓണം സീസണിൽ 665 കോടിയുടെ മദ്യമാണ് കേരളീയർ ഔപചാരിക കണക്കിൽ കുടിച്ചു തീർത്തത്. ഒന്നും വേണ്ട, 4 ദിവസം മുമ്പ് ന്യൂ ഇയർ ആയിരുന്നു, പുതുവത്സര പിറവിയിരുന്നല്ലോ 4 ദിവസം മുമ്പ്. ഇന്ന് 5-ാം തീയതി അല്ല ആയത്. ആ ഒറ്റ തലേ ദിവസം, ന്യൂ ഇയറിന്റെ തലേ ദിവസം മാത്രം ബ്യൂറേജ് കോർപ്പറേഷനിലൂടെ മാത്രം വിറ്റത് 111 കോടിയുടെ മദ്യം. ബാറിന്റെ കണക്കില്ല, വ്യാജന്റെ കണക്കില്ല, ബ്യൂറേജിലൂടെ മാത്രം വിറ്റത് 111 കോടി ഒറ്റ ദിവസം 24 മണിക്കൂർ കൊണ്ട്. അത് ബാറിന്റെ കണക്കും വ്യാജനൊക്കെ പാടെ അതാ എത്ര കോടികളുടെ ഇതിന്റെ എത്ര ഇരട്ടി ഉണ്ടാവും. മദ്യം നല്ലതാണെന്ന് ആരും പറയുന്നില്ല, ഒരു സർക്കാരും പറയുന്നില്ല, ഒരു സംഘടനയും പറയുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല, യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുന്നില്ല. എല്ലാവരും പറയുന്നു മദ്യം വിഷമാണ്. അതിന്റെ കുപ്പിയിൽ തന്നെ ശക്തമായ മുന്നറിയിപ്പ് എഴുതിയിട്ടാണ് മദ്യക്കുപ്പികൾ വിപണിയിലെത്തുന്നത്. എന്തെന്നിട്ട് നമുക്ക് നിരോധിക്കാൻ സാധിക്കുന്നില്ല? ഒരു മുൻ എക്സൈസ് മന്ത്രി പറഞ്ഞത് എന്റെ ഓർമ്മയിൽ വരികയാണ്, മദ്യനിരോധനം അപ്രായോഗികം. നമുക്കൊരു കാര്യം ചെയ്യാം, നല്ല കള്ള് നാട്ടുകാരെ കുടിപ്പിക്കാം, വ്യാജന തടയാം. ഏതാ ഈ നല്ല കള്ള്? ഹൗദുൽ കൗസർ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ. നല്ല കള്ള് നാട്ടുകാരെ കുടിപ്പിക്കുകയും മദ്യം തടയുകയും ചെയ്യാം. ഇതൊക്കെയാണ് നിലപാട്. ഇനിയിപ്പോ അധികാരം ഉപയോഗിച്ചൊരു ഗവൺമെന്റ് ഇത് നടപ്പിലാക്കിയാലോ? നടക്കൂല. ലോക ചരിത്രം അതാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു ചരിത്രം ഞാൻ വെച്ചുതരാം. അമേരിക്ക, ലോകത്തെ നമ്പർ 1 ശക്തമായ രാഷ്ട്രമല്ലേ അമേരിക്ക. ഒരു നൂറ്റാണ്ട് മുമ്പ് അമേരിക്കയിലെ വനിതാ സംഘടനാ നേതാക്കൾ തെരുവിലിറങ്ങിക്കൊണ്ട് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. എന്താണ് വനിതകൾ അമേരിക്കയിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് വിളിച്ച മുദ്രാവാക്യം? മദ്യനികുതി എന്ന ഓമന പേര് പറഞ്ഞുകൊണ്ട്, ഈ വിഷം വിറ്റ് കിട്ടുന്ന ലാഭം കൊണ്ട് ഖജനാവ് നിറച്ചാൽ അതെന്ത് രാഷ്ട്ര പുരോഗതിയാണ് സർക്കാരെ? ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും മക്കളെയും ഈ വിഷം കൊടുത്ത് തകർത്തുകൊണ്ട് എന്ത് രാജ്യ പുരോഗതിയാണ് സർക്കാരെ? അതുകൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് അമേരിക്കയുടെ തെരുവിൽ അവിടുത്തെ സ്ത്രീ സംഘടനാ നേതാക്കൾ സമരം ചെയ്തു. എന്ന് ഒരു നൂറ്റാണ്ട് മുമ്പ്. ഇവരെ സമരം സഹിക്കാൻ പറ്റാതെ 1919 ജനുവരി 16 അമേരിക്കൻ സെനറ്റ് സമ്പൂർണ്ണ മദ്യനിരോധനം പാസാക്കി. 1919 ജനുവരി 16 മദ്യനിരോധനം പാസാക്കി അമേരിക്ക. ഒറ്റടിക്ക് നിർത്തിയല്ലേ ചെയ്തത്. ഇപ്പൊ ഇസ്ലാമൊക്കെ 3 ഘട്ടമായിട്ടാണ് നിർത്തിയത്. ഇത് 1919 അന്നത്തെ സർക്കാർ പറഞ്ഞു 1 വർഷം ബോധവൽക്കരണത്തിന്റെ ഘട്ടമാണ്.
1920 നിയമം കർശനമാക്കും. എന്നിട്ട് 90 ലക്ഷം ലഘുലേഖകൾ വിതരണം ചെയ്തു. അന്നത്തെ കാലത്ത് $650 ലക്ഷം മദ്യത്തിനെതിരെ ബോധവൽക്കരണം നടത്താൻ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചു. അന്ന് 1920 ജനുവരി ആയപ്പോ സമ്പൂർണ്ണ മദ്യനിരോധന നിയമം നിലവിൽ വന്ന് നിയമം കർശനമാക്കി. എന്നിട്ട് എന്തുണ്ടായത്? തോറ്റാണ്ട് ഒപ്പിട്ടു. 1933 വരെ സർക്കാർ പിടിച്ചു നിന്നു. ഭാഗികമായി ഈ നിയമം കൊണ്ട് പിടിച്ചു നിന്നു നോക്കി. സർക്കാരും കള്ളുകുടിയന്മാരും തെരുവിലേറ്റുമുട്ടി. 300 രക്തസാക്ഷികളുണ്ടായി. എന്തിന്? കള്ളിന് വേണ്ടിയിട്ട് 300 രക്തസാക്ഷികളുണ്ടായി. 6 ലക്ഷം പേർ ജയിലിലടക്കപ്പെട്ടു. ഇത് മദ്യത്തിന്റെ പേരിലുള്ള പ്രക്ഷോഭത്തിൽ. ഗതിമുട്ടിയ അമേരിക്കൻ സർക്കാർ 1933 ഡിസംബറോടുകൂടെ മദ്യനിരോധനം പിൻവലിച്ച് അത് ഇഷ്ടം പോലെ വിളമ്പിക്കൊടുക്കാൻ തീരുമാനിച്ചു. നടക്കൂല. അമേരിക്ക തോറ്റതാണ്. ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? മഹാനായ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞത്, ഞാൻ സ്വപ്നം കാണുന്ന രാമരാജ്യം മദ്യമില്ലാത്ത രാഷ്ട്രമാണ്. എത്ര ഗാന്ധി ജയന്തി കഴിഞ്ഞു? ആശുപത്രി പരിസരവും ബസ് സ്റ്റാൻഡൊക്കെ ക്ലീനാക്കുന്നതിനപ്പുറം ഈ മദ്യമെന്ന അഴുക്കിനെ ഉന്മൂലനം ചെയ്യാൻ എന്തു പരിശ്രമം നടന്നത്? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയിലുണ്ട്. എന്ത്? പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഓരോ സ്റ്റേറ്റുകൾക്കും സംസ്ഥാനങ്ങൾക്കും അതത് സംസ്ഥാനങ്ങൾക്ക് മദ്യനിരോധനം നടപ്പിലാക്കാം എന്നല്ല, നടപ്പിലാക്കണം. ഓരോ സ്റ്റേറ്റുകളും ജനങ്ങളുടെ ആരോഗ്യം പരിഗണിച്ച് മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് ഭരണഘടനയിലുണ്ട്. മുഅ്മിനീങ്ങളെ, ഇവിടെ കേരളം കണ്ട നവോത്ഥാന നായകന്മാര്, ഗവൺമെന്റ് മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിനെ പോലെ അദ്ദേഹം ഈ കേരളത്തിൽ നടന്നു പറഞ്ഞു, പ്രസംഗിച്ചു. മദ്യത്തിനെതിരെ ശബ്ദിച്ച നവോത്ഥാന നായകനാണ്. ഹൈന്ദവ മക്കളുടെ കൂട്ടത്തിലുള്ള ആളാണ് ശ്രീനാരായണ ഗുരു. ഇന്നിപ്പോ ആ ദർശനം പറഞ്ഞ് നടക്കുന്ന SNDP-യുടെ തലപ്പത്തിരിക്കുന്ന ആള് പറയാണ്, കള്ളച്ചവടം നല്ല കച്ചവടാണ്. ലോകം കണ്ട വലിയ അബുക്കാരി കോൺട്രാക്ടറാണ് അയാൾ. എവിടെ എത്തി? ഇവിടെയാണ് നമ്മൾ അടിവരയിട്ട് ആലോചിക്കേണ്ടത്. ബോംബർ വിമാനം കണ്ടുപിടിക്കാത്ത കാലം, ആറ്റം ബോംബുകൾ കണ്ടുപിടിക്കാത്ത കാലം, എന്തിനധികം കാളവണ്ടിയുടെ ചക്രം പോലും കണ്ടുപിടിക്കാത്ത യുഗത്തിൽ 14 നൂറ്റാണ്ട് മുമ്പ് സമ്പൂർണ്ണ മദ്യനിരോധനം, ഒരു രക്തച്ചൊരിച്ചിലുമില്ലാതെ, ഒരു അപായങ്ങളുമില്ലാതെ, ഒരു അപകടങ്ങളുമില്ലാതെ പൂ പോലെ പ്രായോഗികമായി മദ്യനിരോധനം നടപ്പിലാക്കിയ മഹൽ വ്യക്തിത്വത്തിന്റെ രാജകുമാരന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പരിക്കുമില്ലാതെ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കി. എല്ലാവരും തുറന്ന മനസ്സോടെ സ്വീകരിച്ചു. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂല് ഖൽബകത്താണ് പണിയെടുത്തത്. അതുകൊണ്ട് നമ്മളിപ്പോ ഈ വീട്ടിലുള്ള മക്കൾ കഞ്ചാവ് വലിച്ചു എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനോട് ദോരക്കാൻ വന്നിട്ടൊന്നു പള്ളിക്ക് സംഭാവന കൊടുത്തിട്ടും അതൊക്കെ കൊടുത്തോ, അതൊക്കെ നല്ല തന്നെയാണ്. ബേസിക്കലായിട്ട് എന്താ നീ വേണ്ടത്? നിന്റെ മക്കളെ അള്ളി റസൂലായിട്ട് ബന്ധിപ്പിക്കുക. അല്ലെങ്കിൽ നടക്കില്ല. അള്ളാഹുവും റസൂലുവുമായിട്ട് കണക്ഷൻ കിട്ടിയവര് സലാമത്താവും, ഇല്ലാത്തവര് കുടുങ്ങും. നമ്മൾ അള്ളാന്റെ അടിമയാകണം. നമ്മുടെ മക്കളും അള്ളാന്റെ അടിമയാകണം. അപ്പൊ കഞ്ചാവിന്റെയും കള്ളിന്റെയും അടിമയാവൂല. ഞാൻ അതിന്റെ ബേസാണ് പറയുന്നത്. മുഅ്മിനീങ്ങളെ, ഈ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവും റസൂലുമായി ദീനുമായി അടുക്കുക. അതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മദ്യത്തിന്റെ നാശങ്ങൾ, അതിനെക്കുറിച്ച് അള്ളാന്റെ റസൂല് നൽകിയ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, അതിന്റെ നിരോധനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഒക്കെ നമുക്ക് പഠിക്കാണ്ട്. ഇതൊക്കെ ശരിക്കൊന്ന് പഠിച്ച് ഉള്ളിൽ കൊണ്ടാല് ഇൻഷാ അള്ളാഹ് ഒരു 10 ആളെങ്കിലും മാറി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.